ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കേണ്ട ചില സാരോപദേശങ്ങൾ, ചില ക്യാപ്സ്യൂളുകളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഓരോരോ പോയിന്റുകൾ മാത്രമായിട്ട്. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൻ ഹഫിളല്ലാഹ് ഹഫിളഹുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അസ്വദുൽ അനസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. യമനിൽ നുബുവത്ത് വാദവുമായി കടന്നു വന്ന അൽ അസ്വദുൽ അനസി, അദ്ദേഹം താൻ പ്രവാചകനാണെന്ന് വാദിച്ച ആളാണ്, പ്രവാചകത്വം വാദിച്ച ആളാണ് അൽ അസ്വദുൽ അനസി. യമൻകാരനാണ്, വലിയ അക്രമം ചെയ്ത ആളാണ്, ഒരുപാട് സ്വഹാബിമാരെ ചുട്ടുകൊന്ന ആളാണ്, ഒരുപാട് ആളുകളെ ക്രൂരമായി വധിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ അദ്ദേഹം ചെയ്ത അപകടകരമായ ഏറ്റവും ഭീകരമായ ഒരു ശിക്ഷ അത് നൽകപ്പെട്ടത് പ്രഗത്ഭനായ പണ്ഡിതൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹിമഹുല്ലാഹ്, താബിഈങ്ങളിൽ പ്രഗത്ഭനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. അസ്വദുൽ അനസി എന്ന് പറഞ്ഞ കള്ളപ്രവാചകൻ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഈ നുബുവത്തിന്റെ ശേഷം, ഖിതാമുൻ നുബുവത്തിന്റെ ശേഷം, പ്രവാചകത്വം അവസാനിക്കുന്നതിന്റെ ശേഷം കള്ളപ്രവാചകത്വവുമായി 30ഓളം കള്ളപ്രവാചകന്മാർ വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അസ്വദുൽ അനസി അങ്ങനെ വന്ന ഒരു ക്രൂരനായ കള്ളപ്രവാചകനായിരുന്നു. അള്ളാഹുവിന്റെ ഇസ്ലാം തകർക്കാനും ദീൻ പഠിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരനാണ് അൽ അസ്വദുൽ അനസി. അന്ന് ദീൻ പഠിപ്പിക്കുകയും ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ വിളിച്ചുകൊണ്ടുവന്നു. മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ടാ വരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നു. എന്താ ചെയ്യുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചെയ്ത പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. തീയിലേക്ക് എറിയപ്പെട്ടു. ആഗ് ഹേ औलाद इब्राहिम है नमरूद है, क्या फिर किसी को किसी का इम्तिहान मक़सूद है. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ പരീക്ഷിച്ച പോലെ ഇന്ന് ആരെയാണ് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളത്? അത്രയ്ക്ക് ഈമാൻ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അല്ലാമ ഇഖ്ബാൽ ചോദിച്ച കവിതകൾ കാണാം. അബൂ മുസ്ലിമുൽ ഖൗലാനി അതിന്റെ വിഭിന്നമാണ്. ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച പോലെ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീക്കുണ്ഠാരമുണ്ടാക്കി ഇബ്രാഹിം നബിയുടെ കാലത്ത് ചെയ്ത പോലെ പറവകൾക്ക് പോലും പറക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായ തീജ്വാലകളുള്ള തീയെ അതിലേക്ക് മഹാനവറുടെ 2 കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ എറിയുകയാണുണ്ടായത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞ പോലെ. അല്ലാഹുവല്ലേ ഹാഫിള്, അല്ലാഹുവല്ലേ സംരക്ഷകൻ. അല്ലാഹു തആല പറയുകയാണ്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് തീയെ തണുപ്പും രക്ഷയുമാകണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചരിത്രം സ്വഹാബികൾക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു ചെയ്ത സംഭവമാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാവരും വിചാരിച്ചു മഹാനവറുകൾ വെന്തിരുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. തീ അണയാൻ തുടങ്ങി. അല്പാൽപമായി അണഞ്ഞ് വെണ്ണീറുകളായി മാറാൻ നോക്കുമ്പോ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹിമഹുല്ലാഹ് ചെരുപ്പിന്റെ വാറ് പോലും ഒന്നും കേടുപറ്റാതെ ആ തീജ്വാലകളിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്ന മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, അന്ന് യമനിൽ നിന്ന് അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ കറാമത്ത് കണ്ടപ്പോ, മഹാത്ഭുതം കണ്ടപ്പോ താബിഈങ്ങളിൽ പ്രഗത്ഭനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലമാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരി. ഖലീഫ സിദ്ദീഖ് തങ്ങളാ. ആ സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വഹാബികൾ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണിത്. അല്ലാഹു ഇബ്രാഹിം നബിയോട് തണുപ്പാവണം തീയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യമനിൽ വെച്ച് റബ്ബ് കാണിച്ചു കൊടുത്തു. സ്വഹാബത്തിന്റെ കണ്ണുകൾക്ക്, താബിഈങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. മഹാനവറുകൾ ആ തീയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു വന്നില്ലേ? ഒരു തീജ്വാല പോലും, ഒരു രോമം പോലും കരിക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തിയതിന്റെ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു. അല്ലാഹു സംരക്ഷണം കൊടുത്തു. മഹാനവർ ആദ്യം പറഞ്ഞത്, എനിക്ക് ഉടനെ പോവണം മദീനയിലേക്ക്, എനിക്ക് റസൂലുള്ളാഹിന്റെ അരികത്ത് പോവണം.
അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ചെല്ലണം, ഹബീബിനോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം, ആ പള്ളിയിൽ പോയൊന്ന് നിസ്കരിക്കണം. അതുകൊണ്ട് യമനിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു മദീനയിലേക്ക്, മക്ക വഴി പോണം മദീനത്തേക്ക് പോവാൻ. ആദ്യം പറഞ്ഞ ആഗ്രഹം, എനിക്ക് റസൂലുള്ളാഹിന്റെ അരികത്തേക്ക് പോകണം. ഹബീബായ നബി തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ പൂമുഖം നമ്മുടെ സ്വപ്നങ്ങളിലെങ്കിലും ഒരുപാട് തവണ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെയല്ലേ ദുന്യാവിലെ സൗഭാഗ്യങ്ങൾ. ഒരാൾക്ക് അള്ളാഹു ഉറക്കം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം കൊണ്ട് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം അതിൽ ഹബീബിനെ കാണാൻ കഴിയലാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ റൗദയിൽ ഒരുപാട് തവണ പോയിരിക്കാനും അവിടത്തോട് ഡയറക്റ്റ് സലാം പറയാനുമുള്ള സൗഭാഗ്യം കിട്ടലാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ടവരും തീയിലേക്ക് ചാടുമ്പോൾ ചൊല്ലിയ ദുആ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. നമ്മളൊക്കെ പറയില്ലേ, ചില ആളുകളൊക്കെ ദുആ ഇറക്കാൻ വേണ്ടി പറയും, കഫീല് ബുദ്ധിമുട്ടാക്കുന്നു, മുതലാളി ബുദ്ധിമുട്ടാക്കാൻ, മാനേജർ ബുദ്ധിമുട്ടാക്കാൻ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ബുദ്ധിമുട്ടാക്കുന്നു, അമ്മായിമ്മ ബുദ്ധിമുട്ടാക്കുന്നു, പല ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ഒരു മനുഷ്യന്റെ ദുൽമുണ്ടോ? ഒരാൾ അന്യായമായി നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ധാരാളം ചൊല്ലിക്കോളൂ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അള്ളാഹുവിന്റെ ഹിഫ്ളും അവന്റെ സംരക്ഷണവും ഡയറക്റ്റ് വരുന്നത് അനുഭവിക്കാൻ കഴിയും. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അത് ചൊല്ലുകയാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് തീജ്വാലകൾ ഒന്നുപോലും ഏൽക്കാതെ മഹാനവറുകൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. സ്വന്തം ഭാര്യ വളരെ നല്ലൊരു പെണ്ണായിരുന്നു, നല്ല പെണ്ണായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ആഡംബരങ്ങൾ ഇഷ്ടമില്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന മഹാന. ഭാര്യയും അങ്ങനെയായിരുന്നു. ഇശാനിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ബഹുമാനപ്പെട്ടവർ മുറ്റത്തെത്തിയാലും തൊണ്ടനക്കും, വരുന്നുണ്ടെന്നുള്ള സിഗ്നൽ. അങ്ങനെ ഫോണൊന്നുമില്ലല്ലോ, കോളിംഗ് ബെല്ലൊന്നുമില്ല. മുറ്റത്തേന്ന് തറയിലേക്ക് കയറിയാൽ, വരാന്തയിലേക്ക് കയറിയാൽ ബഹുമാനപ്പെട്ടവർ ഉറക്ക സലാം പറയും. ഭാര്യ വന്ന് വാതിൽ തുറന്ന് സലാം അടക്കി തന്റെ ഭർത്താവിനെ പുഞ്ചിരിച്ച് വീടിനുള്ളിലേക്ക് സ്വീകരിക്കും. ഇശാനിസ്കാരം കഴിഞ്ഞാൽ വരുന്നത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കുന്നു, വിളക്ക് കത്തിച്ചു വെക്കുമെന്ന് ഉരസി ഉണ്ടാക്കുന്ന വിളക്കാണ്. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും, വളരെ അന്തസ്സില് റാഹത്തില് സന്തോഷത്തിൽ കിടന്നുറങ്ങും. നല്ലൊരു ജീവിതം. വീട്ടിലേക്ക് ഒരിക്കൽ വന്നപ്പോ തൊണ്ടനക്കി ഭാര്യ വാതിൽ തുറക്കണില്ല. ഉമ്മറപ്പടിയിലെത്തി സലാം പറഞ്ഞു, ഭാര്യ സലാം അടക്കണില്ല. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വാതിൽ തുറന്നു നോക്കി, വീട്ടിനുള്ളിൽ വെളിച്ചമില്ല. ഭാര്യ എവിടെയെന്ന് നോക്കി, അവളൊരു മൂലയിൽ പോയി ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മാ ബിക്കി, നിനക്ക് എന്തു പറ്റി? എന്തു പറ്റി നിനക്ക്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്തു പറ്റി? ഭാര്യ പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്ത ആളല്ലേ മുആവിയ തങ്ങൾക്ക്. നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുമല്ലോ. മുആവിയ എന്ന ഭരണാധികാരിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും? നമ്മുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ, ഒരു അടിമപ്പെണ്ണിനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹു തരുമല്ലോ. നിങ്ങൾ എന്താണതൊന്നും ചോദിക്കാത്തത്? ബഹുമാനപ്പെട്ടവർക്ക് അസുഖം മനസ്സിലായി. വളരെ അച്ചടക്കത്തോടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ളതുകൊണ്ട് സന്തുഷ്ടരായി ജീവിക്കുന്നതിനിടയിൽ എന്റെ ഭാര്യയോട് വന്ന ആരൊക്കെയോ എന്റെ സ്വാധീനം പറഞ്ഞു കൊടുക്കുകയും രാജാവിനോട്, ഖലീഫയോട് ചോദിച്ചാൽ എന്ത് സഹായവും കിട്ടുമായിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്ന് എന്റെ ഭാര്യയെ ആരോ പറഞ്ഞെന്റെ ഭാര്യയെ പഴപ്പിച്ചിരിക്കുകയാണ്. ഒരൊറ്റ ദുആയാണ് ദുആയിരുന്നത്. അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ, അല്ലാഹുമ്മ അഅമി ബസറ മൻ ഖബ്ബബ ഇംറഅതി, എന്റെ പെണ്ണിനെ ആരാണോ കേടുവരുത്തിയത്, അല്ലാഹുവേ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണേ. പറഞ്ഞത് പരമാർത്ഥം. 4 വീടുകൾക്കപ്പുറം ഒരു പെണ്ണ് ഓടി വരുന്നു, എന്റെ കണ്ണുകളുടെ കാഴ്ച പോയി. മക്കളെ വിളക്കണഞ്ഞോ? ഇല്ലുമ്മ വിളക്കുണ്ടല്ലോ, എന്റെ കണ്ണ് കാണുന്നില്ല മക്കളെ. അസ്വാബത്തിനി ദഅവതു അബീ മുസ്ലിം, അബൂ മുസ്ലിമിൽ ഖൗലാനിയുടെ പ്രാർത്ഥന എനിക്ക് പറ്റിയിരിക്കണം, എന്നെ ഒന്ന് കൊണ്ടുപോകണേ. കൈപിടിച്ചു കൊണ്ടുപോകുന്നു ആ ഉമ്മയെ. ആ ഉമ്മ വന്ന് പറഞ്ഞു അബൂ മുസ്ലിം തങ്ങളോട്, യാ ശൈഖ് അവറുകളെ പൊറുക്കണേ,
ക്ഷമിക്കണേ, എനിക്ക് പറ്റിപ്പോയി. എന്തേ? നിങ്ങളുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച ജീവിതം എന്തിനാണ്? നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാൽ ഒരടിമ പെണ്ണിനെയോ സഹായത്തിന് പണമോ എന്തെങ്കിലും തരാൻ ഖലീഫയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുമല്ലോ. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞുകൂടെ എന്ന് നിങ്ങളുടെ പെണ്ണിനോട് ഞാൻ പറഞ്ഞു പോയിരുന്നു. നിങ്ങളാണല്ലേ എന്റെ പെണ്ണിനെ കേടുവരുത്തിയത്, എന്നോട് പൊറുക്കണേ, അത് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. നിങ്ങൾക്കൊരു സൗകര്യമായിക്കോട്ടെ, നിങ്ങൾക്കൊരു ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ്. ശൈഖ് അവറുകളെ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ ദുആ ആയിരുന്നോ എന്നെനിക്കറിയില്ല. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടണം, എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാനെന്ന് ദുആ ഇറക്കണേ. അന്ന് താലിബീങ്ങൾ അങ്ങനെയാണ്. ദുആ ചെയ്തപ്പോഴേക്കും അല്ലാഹുമ്മ റുദ്ദ ബസറഹാ, കണ്ണിന്റെ കാഴ്ച കൊടുത്തേക്ക് റബ്ബേ, പറയുകയേ വേണ്ടൂ. കൈപിടിച്ചു വന്ന ആ ഉമ്മ രണ്ട് കണ്ണും കണ്ടുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത്രക്കും പ്രഗത്ഭനായിരുന്നു. ഈ തീയിൽ വീണിട്ട് പോലും ഇബ്രാഹിം നബിയുടെ അനുഭവമുണ്ടായ അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അതിസൂക്ഷ്മതയിൽ ജീവിച്ച മഹാൻ. മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഇബ്രാഹിം നബിയെ ചെയ്തതുപോലെ ഒരാൾ ചെയ്യുകയും ആ മഹാനുഭാവന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്ത അനുഭവം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ കാണിച്ചു തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ മഹാനവറുകളെ കെട്ടിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണുണ്ടായത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കും. ഒരുപാട് ആളുകളെ, 18,000 മുസ്ലിമീങ്ങളെ കൊന്ന ആളാണ് ഇബ്നു തൂലൂൻ. 18,000 മുസ്ലിമീങ്ങളെ. ഏറ്റവും മോശമായ കൊലപ്പെടുത്തൽ. ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞ ക്രൂരനായിരുന്നു ഇബ്നു തൂലൂൻ എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ ഹസൻ സാഹിദ് റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർ, അഫ്ളലുൽ ജിഹാദി കലിമതു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, 18,000 ആളുകളെ കൊല ചെയ്ത ക്രൂരനോട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ചെന്ന മഹാനായ അബുൽ ഹസൻ സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ചെയ്തെന്നറിയോ? ഈ ക്രൂരനായ ഇബ്നു തൂലൂൻ ചെയ്ത പണി എന്താണെന്നറിയോ? പ്രഗത്ഭനായ പണ്ഡിതനായ അബുൽ ഹസൻ സാഹിദ് എന്നവരെ അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ചത് ക്രൂരമായ രീതിയിലാണ്. ഒരു സിംഹത്തെ കൊണ്ടുവന്നു, സിംഹത്തെ കൂട്ടിലിട്ടു. 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ ആ സിംഹത്തെ പട്ടിണിക്കിട്ടു. 3 ദിവസം അദ്ദേഹം ചെയ്യാൻ പോകുന്ന പണി നോക്കണം. 3 ദിവസം സിംഹത്തിന് കുടിക്കാനോ തിന്നാനോ ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ആ സിംഹത്തെ ഒരുപാട് ശിക്ഷിച്ചതിന്റെ ശേഷം മഹാനായ അല്ലാമ അബുൽ ഹസൻ സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരു കോമ്പൗണ്ടിൽ, ഒരു മതിൽക്കെട്ടിൽ ഇറക്കിയിരിക്കുന്നു. 3 ദിവസമായി പട്ടിണിക്കിട്ട ആ സിംഹത്തെ അഴിച്ചുവിട്ടു. ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഈ സിംഹത്തിന്റെ മുമ്പിൽ പച്ചയായി നിൽക്കുന്ന മഹാനായ അല്ലാമ അബുൽ ഹസൻ സാഹിദ് എന്ന മഹാന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. വിശന്ന് നിൽക്കുന്ന സിംഹം, 3 ദിവസം പട്ടിണിക്കിട്ട സിംഹം മഹാനവറുകളുടെ മുമ്പിലേക്ക് ഓടി വരുന്നു. മഹാനായ അബുൽ ഹസൻ സാഹിദ് റഹ്മഹുല്ലാഹ് ഒരു പേടിയുമില്ലാതെ നിന്നുകൊടുക്കുന്നു. ആ സിംഹം ഓടി വന്നു, കൺമുമ്പിൽ വന്നു നിന്നു. വായിൽ നിന്ന് അതിന്റെ ഉമിനീരിങ്ങനെ ഉറ്റുന്നുണ്ട്. അതിന് തിന്നണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ മഹാനവറുകളെ തൊട്ടില്ല, മഹാനവറുകളെ നക്കി തുടച്ചില്ല, ഒന്നും ചെയ്തില്ല. കടിക്കുകയോ അടുക്കുക പോലും ചെയ്യാതെ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം വായിൽ നിന്നതിന്റെ നീരിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു, ഉമിനീരുറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് തിരിച്ചു നടക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടത്. 3 ദിവസം പട്ടിണിക്കിട്ട സിംഹം മഹാനായ പണ്ഡിതൻ അബുൽ ഹസൻ സാഹിദ് എന്നവരെ തൊട്ടില്ല, തൊടാൻ പോലും അതിന് ധൈര്യം വന്നില്ല. അത്ഭുതപ്പെട്ടുപോയി. ഇബ്നു തൂലൂൻ പോലും പേടിച്ചുപോയി. ഇങ്ങനെയുമുണ്ടോ ഒരനുഭവം? വന്യജീവികൾ പോലും പേടിക്കുന്നത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച ആലിമീങ്ങളെ തൊടാൻ കഴിയുകയില്ല.
അവരെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയുകയില്ല. മഹാനായ അബുൽ ഹസൻ സാഹിദ് റഹിമഹുല്ലാഹ് ഈ അനുഭവം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരെ വെറുതെ വിട്ടപ്പോ ശിഷ്യന്മാർ മുഴുവനും വന്ന് ചോദിച്ചു, ശൈഖ് അവർകളെ, ആ സിംഹം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫീമ കുൻത തുഫക്കിറു, നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? എന്താ ചിന്തിച്ചിരുന്നത്? ആ സിംഹം നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുൻതു അഖൂലു ഫീ നഫ്സി, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അൽആബുൽ അസദി നജിസുൻ അം ത്വാഹിർ ലക്കൈ ലാ യുഫ്സിദ വുദൂഇ, ഞാൻ ശുദ്ധമായ വുദൂഇലാണ് നിൽക്കുന്നത്. എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്ത് ഒരു നജസ് പോലും എന്റെ ശരീരത്തിലില്ലാതെ എന്റെ ശരീരം ശുദ്ധിയാക്കി ഞാൻ ശരിക്ക് വുദൂഇലാണ്. ഒരു മരണം സംഭവിച്ചാൽ എനിക്ക് വുദൂഓടുകൂടെ മരിക്കണം. ഞാൻ ചിന്തിച്ചത്, ആ സിംഹം എന്റെ മുമ്പിൽ വന്ന് വായ തുറന്ന് അതിന്റെ ഉമിനീരിങ്ങനെ ഇറങ്ങുമ്പോ ഞാൻ ചിന്തിച്ചത്, ഈ സിംഹത്തിന്റെ ഉമിനീര് ശുദ്ധിയുള്ളതാണോ അല്ലോ നജസാണോ എന്ന മസ്അലയാണ് ഞാൻ ആ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നജസാണെങ്കിൽ വൃത്തിയുള്ള എന്റെ ശരീരത്തിൽ, വുദൂഎടുത്ത് നിൽക്കുന്ന എന്റെ ശരീരത്തിൽ ഒരു അശുദ്ധിയുള്ള നജസുണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത്, ഇതിന്റെ ലുആബ്, ഇതിന്റെ ഉമിനീര് ശുദ്ധിയാണോ നജസാണോ എന്ന മസ്അലയായിരുന്നു. പേടിച്ചിരുന്നില്ല. പേടിക്കേണ്ടത് അല്ലാഹുവിനെയല്ലയോ? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സംരക്ഷിക്കുന്ന വിധങ്ങളാണിത്. അല്ലാഹു തആല ജീവിതത്തിൽ അവന്റെ സംരക്ഷണം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.